കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതക്കയത്തിലായി പത്തനംതിട്ട ജില്ലയിലെ കർഷകർ. കൃഷിസ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറിയതോടെ വിളവെടുപ്പിന് പാകമായവ ഉൾപ്പെടെ നശിച്ചുപോയി. ഓണവിപണി ലക്ഷ്യമിട്ടായിരുന്നു പലരും കൃഷി ഇറക്കിയിരുന്നത്. സർക്കാർ സഹായം കാത്തുനിൽക്കുകയാണ് ജില്ലയിലെ കർഷകർ. ഒരാൾ പൊക്കത്തിലായിരുന്നു വെള്ളമുണ്ടായിരുന്നത്. കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷി ചെയ്തതെല്ലാം പ്രളയജലം കൊണ്ടുപോയി. ഓണവിപണി ലക്ഷ്യമിട്ട കർഷകരെ കൂടിയാണ് പ്രളയജലം പ്രതിസന്ധിയിലാക്കിയത്. പത്തനംതിട്ട ജില്ലയിലാകെ 14 കോടിയോളം രൂപയുടെ കൃഷിനാശമുണ്ടായതായിട്ടാണ് വിലയിരുത്തൽ. തിരുവല്ല, പുല്ലാട്, റാന്നി ബ്ലോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം. പല കർഷകരുടെയും പ്രതീക്ഷ സർക്കാർ സഹായം മാത്രമാണ്. കഴിഞ്ഞ കൊല്ലം ചെയ്തതുപോലും ഇവർ തരുന്നില്ല. 1600 രൂപ ഇതേ സെയിം തന്നെ അങ്ങാപ്പുറത്ത് പോയിട്ട് 10 പൈസ അവർ തന്നില്ല. എപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു 5 മാസം കിട്ടിയാൽ ഞങ്ങളുടെ കാര്യം നടക്കത്തുള്ളൂ. ഇവർക്ക് തോന്നുമ്പോൾ തന്നോണ്ട് ഞങ്ങളുടെ കാര്യമാണ്. തരുവോന്ന് തന്നെ അറിയത്തില്ല. 1 വർഷം കഴിഞ്ഞ ഇതേ സമയത്താണ് പോയത്. അവർ തരുവെന്ന് തന്നെ നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുക. ഞങ്ങൾ കൃഷി ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കേണ്ട സമയമായിരിക്കും ഇപ്പോൾ ഞങ്ങൾക്ക്. കാരണം എന്ത് ചെയ്യാൻ, പൈസ ഇല്ലാതെ ഞങ്ങൾ ഇന്ത്യ കൃഷി ചെയ്യുന്നു. വാഴ, കുരുമുളക്, റബ്ബർ, തെങ്ങ്, പച്ചക്കറി, കപ്പ തുടങ്ങിയവയെല്ലാം നശിച്ചു. ഇതിനു പുറമെ ഓണവിപണി ലക്ഷ്യമിട്ട പൂക്കൃഷിയും പ്രതിസന്ധിയിലായി. സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ല. ഇപ്രാവശ്യം നമ്മുടെ കൃഷിഭവനിലെ പഞ്ചായത്ത് കൂടെ പറഞ്ഞു, നിങ്ങൾ കൃഷി ചെയ്യാൻ നമുക്ക് വിത്ത് തരാം, തൈ തരാമെന്ന് പറഞ്ഞു. നമ്മൾ തൈ മേടിച്ചു, JCB ഒക്കെ ഇട്ടിളക്കി വെച്ചു. ഓരോ അടി 1.5 അടി പൊക്കമായി. അപ്പോഴത്തേക്ക് വെള്ളം കയറി. 6 ദിവസം വെള്ളം കിടന്നാൽ അറിയാമല്ലോ, അതങ്ങ് പോവും. അത് പോയി. ഓണത്തിനേക്കാരും മിക്കവാറും പോവാമായിരുന്നു. എന്താണ് പോയതെല്ലാം പോയി. 8000-ലധികം കർഷകർക്കാണ് ജില്ലയിൽ നഷ്ടമുണ്ടായത്. 400-ലധികം ഹെക്ടർ ഭൂമിയിലെ കൃഷി വെള്ളം കയറി നശിച്ചു. കൃഷിക്ക് പുറമെ മോട്ടോർ ഷെഡ്, പമ്പ് സെറ്റ്, മീറ്റർ ബോർഡ് എന്നിവയും നശിച്ചു. കർഷകർക്കുണ്ടായ സാമ്പത്തിക നഷ്ടവും കാർഷിക വിളകൾക്കുണ്ടായ നാശനഷ്ടങ്ങളും സംബന്ധിച്ച് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കളക്ടർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നഷ്ടപരിഹാരം ലഭിക്കാനായി കൃഷിഭവൻ വഴി അപേക്ഷ സമർപ്പിക്കണം. കൃഷി ഓഫീസർ പരിശോധന നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.